വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ പകർന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പ ആയതിനു ശേഷം ആദ്യ മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മാർപ്പാപ്പ നടത്തിയ ജൂബിലി വർഷമായതുകൊണ്ട് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട ആ അവസരത്തിൽ മെയ് മാസത്തിൽ, ജൂൺ മാസത്തിലൊക്കെ ധാരാളം ജൂബിലി സമ്മേളനങ്ങൾ, സഭാ സമൂഹത്തിലെ വിവിധ തലത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള ജൂബിലി ആഘോഷങ്ങൾ വത്തിക്കാനിൽ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ധാരാളം ആളുകൾ അവിടെ വന്നുകൂടിയിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജൂബിലി ആഘോഷമായിരുന്നു അൽമായർക്കും കുടുംബങ്ങൾക്കും ജീവനും വേണ്ടിയുള്ള കാര്യാലയം സംഘടിപ്പിച്ച ഒരു സെമിനാർ. അതിൽ പങ്കെടുത്തവരുടെ സന്ദേശം ഇതായിരുന്നു. അവർക്ക് പഠിക്കാനുണ്ടായിരുന്ന വിഷയം അതിൻ്റെ ശീർഷകം ഇതായിരുന്നു: ഇന്നിനെയും നാളെയും കുടുംബങ്ങളാൽ സുവിശേഷവൽക്കരിക്കുക എന്ന വിഷയമാണ്. അതിലെ സഭാപരവും അജപാലനോപരമായ വെല്ലുവിളികൾ എന്ന വിഷയമാണ് അത് ചർച്ച ചെയ്തത്. ജൂബിലി ആഘോഷങ്ങൾക്ക് ശേഷം ആണ് ഇത് നടന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന വിദഗ്ധരായ, ഈ രംഗങ്ങളിൽ വിദഗ്ധരായ, സഭയിൽ നേതൃത്വം കൊടുക്കുന്നവരായ അൽമായർ ആണ് അതിൽ പങ്കെടുത്തത്. അവരോട് മാർപ്പാപ്പ പറഞ്ഞ സന്ദേശമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 2025 ജൂൺ 2 തിങ്കളാഴ്ചയാണ് ഇത് പറഞ്ഞത്, മാർപ്പാപ്പ അവതരിപ്പിച്ചത് എന്ന കാര്യം ഓർക്കുക. പ്രിയ സഹോദരീ സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മാർപ്പാപ്പ തുടങ്ങി. കുടുംബങ്ങൾ, കുട്ടികൾ, മുത്തശ്ശി മുത്തച്ഛന്മാർ, വയോധികർ എന്നിവർക്ക് വേണ്ടിയുള്ള ജൂബിലി ആഘോഷം കഴിഞ്ഞ് ഒരു സംഘം വിദഗ്ധർ അൽമായർക്കും കുടുംബങ്ങൾക്കും ജീവനും വേണ്ടിയുള്ള കാര്യാലയത്തിൽ ഒരുമിച്ച് കൂടുകയുണ്ടായല്ലോ. അവർ തിരഞ്ഞെടുത്ത വിഷയം ഇന്നിനെയും നാളെയും കുടുംബങ്ങളാൽ സുവിശേഷവൽക്കരിക്കുക. കുടുംബങ്ങളുടെ ഒരു ദൗത്യമാണ് കുടുംബങ്ങളെ സുവിശേഷവൽക്കരിക്കുക. സഭാപരവും അജപാലനോപരമായ വെല്ലുവിളികൾ, അതിനുള്ള വെല്ലുവിളികളെക്കുറിച്ചാണ് അവർ പഠനം നടത്തിയത്. അതേക്കുറിച്ച് തന്നെയാണ് ഞാൻ ഏതാനും ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എന്ന് പാപ്പ അവരോട് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ സജീവ അവയവങ്ങൾ എന്ന നിലയിലും സഭയുടെ പ്രഥമ കേന്ദ്രം എന്ന നിലയിലും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ കുടുംബങ്ങളെക്കുറിച്ച് സഭയ്ക്കുള്ള മാതൃസഹജമായ ആശങ്ക വ്യക്തമായി പ്രകടിപ്പിക്കുന്ന വിഷയമായിരുന്നു ഇത് എന്ന് മാർപ്പാപ്പ അവരോട് പറഞ്ഞു. ഭൗതിക ശരീരത്തിലെ സജീവ അംഗങ്ങളാണ്, പിന്നെ സഭയുടെ പ്രഥമ കേന്ദ്രമാണ് കുടുംബങ്ങൾ. മാർപ്പാപ്പ നൽകിയ വിശേഷണം നിങ്ങൾ ശ്രദ്ധിക്കുക. സഭ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണത്. വിശ്വാസവും സുവിശേഷവും പ്രത്യേകമായ വിധം യുവതലമുറയിൽ പകർന്നു കൊടുക്കാനാണ് കർത്താവ് നിങ്ങൾക്ക് ദൗത്യം തന്നിരിക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവ് തുടർന്ന് പറഞ്ഞു. വിശ്വാസവും സുവിശേഷവും പ്രത്യേകമായ വിധം യുവതലമുറയ്ക്ക്, വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക, അതാണ് ഈ കുടുംബങ്ങളുടെ ദൗത്യം. ഓരോ മനുഷ്യ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അനന്തവും ആഴത്തിലുള്ളതുമായ ദാഹം അർത്ഥമാക്കുന്നത്, നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ആഴമാർന്ന ഒരു ദാഹമുണ്ട്. അത് അർത്ഥമാക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പിതൃത്വത്തെക്കുറിച്ചുള്ള അവബോധം മക്കളിൽ ഉളവാക്കുക എന്ന കടമ മാതാപിതാക്കൾക്കുണ്ട് എന്നതാണത്. അതാണ് മാർപ്പാപ്പ പറയും. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നീണ്ട വാചകമാണ്. ദൈവത്തിൻ്റെ പിതൃത്വത്തെക്കുറിച്ചുള്ള അവബോധം മക്കളിൽ ഉളവാക്കുക എന്ന കടമ മാതാപിതാക്കൾക്കുണ്ട്
എന്നത് നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ഹൃദയത്തിൽ, കുടുംബങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന വലിയ ദാഹമായി പരിശുദ്ധ പിതാവ് അവതരിപ്പിക്കുകയാണ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളിൽ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൈവശാസ്ത്രജ്ഞനാണ് അഗസ്റ്റീനിയൻ സഭയിൽപ്പെട്ട ആളാണ് മാർപ്പാപ്പ, അറിയാമല്ലോ. അഗസ്റ്റിൻ്റെ വാക്കുകളിൽ അത് ഇപ്രകാരമാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു: ഓ കർത്താവേ, ഞങ്ങളുടെ ജീവൻ്റെ ഉറവിടം നിന്നിലായിരിക്കുന്നതിനാൽ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ വെളിച്ചം കാണും എന്ന് ഏറ്റുപറച്ചിൽ എന്ന് പറയുന്ന അപ്രസിദ്ധമായ ആത്മകഥയിൽ സെൻ്റ് അഗസ്റ്റിൻ എഴുതിയിട്ടുള്ള വചനമാണിത്. ഓ കർത്താവേ, ഞങ്ങളുടെ ജീവൻ്റെ ഉറവിടം നിന്നിലാണ്. ജീവൻ്റെ ഉറവിടം അവിടെ നിന്നാണ് വരുന്നത്. അതിനാൽ നിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ വെളിച്ചം കാണും, നിന്നിലാണ് ഞങ്ങൾ വെളിച്ചം കാണേണ്ടത് എന്ന് പറഞ്ഞ വചനമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അപ്പോൾ ആ വെളിച്ചം പകർന്നു കൊടുക്കുക മാതാപിതാക്കന്മാരുടെ കടമയാണ്. ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ജീവിതത്തിൽ ആധികാരികമായ ബന്ധങ്ങൾക്ക് വേണ്ടിയും, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ആധികാരികമായ ബന്ധങ്ങൾക്ക് വേണ്ടിയും മാർഗദർശികൾക്ക് വേണ്ടിയും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന യുവജനങ്ങളിൽ പ്രത്യേകിച്ചത് പ്രകടമാണ്. യുവജനങ്ങളിലാണ് ഈ ദാഹം കൂടുതലായിട്ടുള്ളത് എന്ന് പറയുകയാണ്. അവർ ബന്ധങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നവരാണ്, മാർഗദർശികളെ തേടുന്നവരാണ്. മാതാപിതാക്കന്മാരെ, കുടുംബമാണ്, മുതിർന്നവരാണ് അത് ചെയ്യേണ്ടത് എന്ന് പാപ്പ പറയുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദീർഘവീക്ഷണത്തോടെ ഇന്നത്തെ ലോകത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിയുന്നതിലും, ഇന്നത്തെ വെല്ലുവിളികളാണ് അവർ ചർച്ച ചെയ്യുന്നത്. എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും ഹൃദയത്തിൽ വിശ്വാസത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തെ പരിപോഷിപ്പിക്കുന്നതിനുമാണ് ഈ ദീർഘവീക്ഷണം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മാർപ്പാപ്പ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. നമ്മിൽ നിന്ന് ആത്മീയമായി ഏറ്റവും അകലെ ആയിരിക്കുന്ന, വിവിധ കാരണങ്ങളാൽ അകന്നു കഴിയുന്ന കുടുംബങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്താൻ ശ്രമം ആവശ്യമാണ്. മാർപ്പാപ്പ പറയുന്നത്, അകന്ന് പള്ളിയിൽ നിന്ന്, സഭയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള വിവിധ കാരണങ്ങളാൽ അകന്നു ജീവിക്കുന്നു, അകലെ കഴിയുന്നു, ഇങ്ങോട്ട് അടുത്ത് വരുന്നില്ല, അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഈ കുടുംബങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് പറഞ്ഞു. സജീവ പങ്കാളിത്തമുണ്ടെന്ന് തോന്നാത്തവരും താല്പര്യമില്ല എന്ന് അവകാശപ്പെടുന്നവരും അല്ലെങ്കിൽ സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന് തോന്നലുള്ളവരും ആണെങ്കിലും മറ്റുള്ളവരുമായി ഒരുമിച്ച് വളരുകയും യാത്ര ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളാണ് അവ. നോക്കിക്കേ, ഇങ്ങനെ അകന്നു കഴിയുന്ന ആളുകളുണ്ട്. അവരെപ്പറ്റി മാർപ്പാപ്പ പറയുകയാണ്, അവരെ സജീവ പങ്കാളിത്തം ഉണ്ടെന്ന് അവരെപ്പറ്റി പറയാൻ പറ്റില്ല. സഭയുടെ കാര്യത്തിൽ വലിയ താല്പര്യമില്ല. അവരെ സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന ഒരു തോന്നലുള്ളവരായിരിക്കാം ചിലർ. നമ്മളെ ആരും വിളിക്കുന്നില്ല, ക്ഷണിക്കുന്നില്ല എന്ന് തോന്നുന്നവരായിരിക്കാം. അപ്പോൾ അവരും ഒരുമിച്ച് വരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹൃദയത്തിൻ്റെ ദാഹം അതാണ്. ഒന്നിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, യാത്ര ചെയ്യാൻ. ആ പ്രയോഗം നമുക്കുണ്ടല്ലോ. അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളാണിവ. അവരെ തേടിപ്പോകണം, അവരെ കൂട്ടിക്കൊണ്ടുവരണം എന്നതാണ് പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനം. ലളിതമായി പറഞ്ഞാൽ, ദൈവത്തെ നേരിൽ കാണാനുള്ള ക്ഷണം കേട്ടിട്ടില്ലാത്ത എത്രയോ മനുഷ്യർ ഇന്നുണ്ട് എന്ന് മാർപ്പാപ്പ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. ദൈവത്തെ നേരിൽ കാണാനുള്ള ക്ഷണം കിട്ടിയിട്ടില്ല. നമ്മൾ അവരെ തേടി പോയിട്ടില്ല, അവരെ ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ ക്ഷണിക്കാനായിട്ട് സാധിക്കണം. ഇതെല്ലാം കുടുംബത്തിൻ്റെ ഒരു ദൗത്യമായിട്ടാണ് മാർപ്പാപ്പ പറഞ്ഞു വരുന്നത്. ദുഃഖകരമെന്ന് പറയട്ടെ, ഈ ആവശ്യം നിലനിൽക്കുമ്പോൾ തന്നെ
പിന്നെ അവർ കേട്ടിട്ടില്ല, അവരെ എത്തിപ്പിടിക്കണം. വിശ്വാസത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന വ്യാപകമായ സ്വകാര്യവൽക്കരണം കൃപയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ഇടമായ സഭയുടെ സമ്പന്നതയും വരദാനങ്ങളും അറിയുന്നതിൽ നിന്ന് പലപ്പോഴും ഈ സഹോദരീ സഹോദരന്മാരെ തടയുന്നുണ്ട്. ഈ വാക്ക് ഓർക്കണം, പലപ്പോഴും നമ്മുടെ വിശ്വാസം ഒരു സ്വകാര്യവൽക്കരിക്കപ്പെടുന്നുണ്ട് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. വ്യാപകമാണതെന്നും പറയുന്നു. സ്വന്തം കാര്യം നോക്കുന്നു, പള്ളി വരുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ എൻ്റെ കാര്യം, മറ്റുള്ളവരെ പറ്റി വലിയ ചിന്തയില്ല, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല. അങ്ങനെയുള്ള അതിൻ്റെ ഫലമായിട്ട് എന്താണ്? കൃപയുടെയും സഹോദര്യത്തിൻ്റെയും സ്നേഹത്തിനിടമായ സഭയുടെ സമ്പന്നതയും വരദാനങ്ങളും അറിയുന്നതിൽ നിന്ന് ഈ കുടുംബങ്ങളെല്ലാം, ഈ ആളുകളെല്ലാം അകറ്റപ്പെടുന്നു. അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ പറയുന്നത്. നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണിത്. തൽഫലമായി ആരോഗ്യകരവും പരിശുദ്ധവുമായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ജീവനിലേക്കും സമൃദ്ധമായ ആനന്ദത്തിലേക്കും ഉത്തേജിപ്പിക്കുന്ന പാതകളിലേക്ക് കയറുവാൻ അവർ ആത്മാർത്ഥമായി വഴികൾ തേടുമ്പോൾ എത്തിച്ചേരുന്നത് കഷ്ടിച്ച് കാലുറപ്പിക്കാൻ മാത്രം സാധിക്കുന്ന കപടമായ ഇടങ്ങളിലായിരിക്കും. അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ദാഹമുണ്ട്, ബന്ധപ്പെടാനും ഒന്നിച്ച് നീങ്ങാനും ഒക്കെയുണ്ട്. അപ്പോൾ അത് ജീവനിലേക്കുള്ള ഒരു വഴിയാണ്, യഥാർത്ഥത്തിലുള്ള ആനന്ദത്തിലേക്കുള്ള വഴിയാണ്. അങ്ങോട്ട് വരാൻ അവർ ശ്രമിക്കുമ്പോൾ പലപ്പോഴും എത്തിച്ചേരുന്നത് ഇടുങ്ങിയ വഴികളിലാണ്, തെറ്റായ വഴികളിലാണ്, വേണ്ടത്ര രീതിയിൽ അവരെ വളർത്താൻ പോരുന്ന വഴികളിലല്ല എന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നു. തീവ്രതയേറിയ ആവശ്യങ്ങളുടെ ഭാരം താങ്ങാൻ കഴിയാതെ അവർ ദൈവത്തിൽ നിന്ന് അകന്ന് വഴുതി വീഴുകയും ലൗകിക ആശകളുടെ സമുദ്രത്തിൽ കപ്പൽ ഛേദം സംഭവിച്ച അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അവർ വീണ്ടും നാശത്തിലേക്കാണ് പോണേ. കപ്പൽ ഛേദം, കപ്പൽ അപകടം ഉണ്ടായിരിക്കുന്നു, അവർ വെള്ളത്തിലേക്ക് തന്നെ, സമുദ്രത്തിലേക്ക് തന്നെ പോകുന്ന, കൂടുതൽ വഷളാകുന്ന അവസ്ഥയാണ് അവർക്കുള്ളത് എന്ന് പാപ്പ പറയുകയാണ്. അവരുടെ കൂടെ, അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂടെ എന്താ ചെയ്യേണ്ടത്? മാതാപിതാക്കന്മാർ, കുട്ടികൾ, യുവജനങ്ങൾ, കൗമാരപ്രായക്കാർ എന്നിങ്ങനെ എല്ലാവരുമുണ്ട്. എല്ലാ തരത്തിലും പെട്ട ആളുകൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയവരുണ്ട്, തകർന്നു പോയവരുണ്ട്, കപ്പലിൽ മുങ്ങിപ്പോയവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വിശ്വാസത്തിന് ഇടമില്ലാത്ത ഭ്രമാത്മകമായ ജീവിതശൈലിയാൽ ചിലപ്പോഴൊക്കെ സ്വയം അന്യവൽക്കരിക്കപ്പെട്ടതായി അവർക്ക് അനുഭവപ്പെടുന്നു. അതാണ് പ്രശ്നം. വിശ്വാസത്തിന് ഇടമില്ലാത്ത ഭ്രമാത്മകമായ വഴിതെറ്റിക്കുന്ന ജീവിതശൈലിയിലേക്ക് അവർ പോകാനിടയാകുന്നു. ഭൗതികതയ്ക്ക് അതിമിത പ്രാധാന്യം കൊടുക്കുന്നു, മദ്യത്തിൻ്റെ പുറകെ പോകുന്നു, സെക്സിൻ്റെ പുറകെ പോകുന്നു, പൈശാചിക ആരാധനയിലേക്ക് പോകുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് ഇതെല്ലാം. അങ്ങനെയാണ് അവർ വഴിതെറ്റിപ്പോകുന്നത്. സോഷ്യൽ മീഡിയ പോലെയുള്ള വളരെ നല്ല ഉപാധികൾ, സോഷ്യൽ മീഡിയ നല്ലതാണ്, പക്ഷേ അത് ദുരുപയോഗിക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. തെറ്റായ ഉപയോഗമാണ് അതിൻ്റെ വ്യാപനത്തെ ത്വരിതപ്പെടുത്തുന്നത്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലൂടെ തിന്മയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന കാര്യത്തെപ്പറ്റിയാണ് പാപ്പ പറയുന്നത്. നമ്മൾ ഓർക്കണം, ഏറ്റവും നല്ലതായ ഒരു മീഡിയ നമുക്ക് ഉണ്ടായിരുന്നു, അത് ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷേ മോശമായി ഉപയോഗിച്ചാൽ അത് വലിയ അപകടകരമായി തീരുന്നു. വഴിതെറ്റിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ സന്ദേശങ്ങൾ അറിയിക്കാൻ ഉപയോഗിക്കുമ്പോഴാണ് സാമൂഹിക മാധ്യമങ്ങൾ ഉപദ്രവകാരികളായി മാറുന്നത്. പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവുമായുള്ള ഒരു കണ്ടുമുട്ടലിലൂടെ കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് ഇടയാക്കണം. ആ കണ്ടുമുട്ടലിലൂടെ മരണത്തിൻ്റെയും തിന്മയുടെയും ജലപ്രവാഹത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മനുഷ്യരാശിയെ വലവീശി പിടിക്കുവാനായി പുറത്തേക്ക് വരാനുള്ള ആഗ്രഹമാണ് സഭയുടെ അജപാലനപരവും പ്രേക്ഷിതപരവുമായ ദൗത്യത്തിലേക്ക് കൃത്യമായും ഈ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, വഴിതെറ്റി പോകുന്ന അവസ്ഥയെപ്പറ്റിയാണ് പറഞ്ഞത്. കപ്പൽ ഛേദം സംഭവിച്ച് കടലിൽ മരണത്തിൻ്റെയും തിന്മയുടെയും ജലപ്രവാഹത്തിൽപ്പെട്ടിരിക്കുന്നു. ആലങ്കാരിക ഭാഷയാണ്.
അവരെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യരാശിയെ വലവീശി പിടിക്കുവാനായി പുറത്തേക്ക് വരാനുള്ള ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൻ്റെ ഫലമാണ് സഭയുടെ അജപാലനപരമായ പ്രേക്ഷിതപരമായ ദൗത്യം. അത് കൃത്യമായി ഇവരെ നിർവഹിക്കണം എന്ന് പാപ്പ പറഞ്ഞു വരികയാണ്. ഇന്നത്തെ ഒരു അവസ്ഥ പറഞ്ഞ് ഈ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ക്രിസ്തീയ വിഭാഗത്തിന് പകരം മാർപ്പാപ്പ ഇന്നത്തെ ഒരു പ്രശ്നം എടുത്തു പറയുകയാണ്. ഒന്നിച്ചു ജീവിക്കുന്ന ശൈലി അനേകം വിഭജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. മാധ്യമങ്ങളൊക്കെ വഴി, അവരുടെ പ്രചരണമൊക്കെ വഴി സംഭവിക്കുന്നതാണിത്. വാസ്തവത്തിൽ മൂർത്തവും വ്യക്തവുമായ രീതിയിൽ അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ കഴിയുന്നവരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ, ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ, വ്യക്തമായ വഴി കാണിച്ചു രീതിയിൽ അവർക്ക് പരിശീലനം കൊടുക്കാൻ ആളുകളെ വേണം, കഴിയുന്നവരെ ആവശ്യമാണ്. അവരാണ് ഉണ്ടാകേണ്ടത്. അതാണ് ഈ ലീഡേഴ്സൊക്കെ ചെയ്യേണ്ടത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു വരികയാണ്. എല്ലാ രൂപതയിലും, എല്ലാ ഇടവകയിൽ പോലും ആളുകളെ നേർവഴിക്ക് നയിക്കാനുള്ള ആളുകളുടെ കാര്യമുണ്ടാകണം. അങ്ങനെ വഴി കാണിച്ചു കൊടുക്കാൻ കഴിയുന്നവരെ കൗദാശിക കൃപയുടെ വരദാനവും അതിൽ നിന്ന് ആർജിക്കുന്ന ബലവുമാണത്. അപ്പം പ്രത്യേകിച്ചും തങ്ങളുടെ ജീവിതങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് അങ്ങനെ വഴി കാണിക്കണം എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ജീവിതത്തെ മാതൃകയാക്കി നന്നായി ജീവിച്ചുകൊണ്ട് വഴി കാണിച്ചു കൊടുക്കണം. അങ്ങനെ വഴി കാണിച്ചു കൊടുക്കാൻ അവരെ സഹായിക്കുന്ന കൗദാശിക കൃപയുടെ വരദാനം, ഉദാശകൾ സ്വീകരിക്കുന്നവരാകണം. അതിൽ നിന്നാണ് അവർ ശക്തി ആർജിക്കേണ്ടത്. അതുപോലെ തന്നെ ബലവും അവർ നേടുന്ന അവിടെ നിന്നാണ്. അപ്പോൾ അങ്ങനെ ആർജിച്ചുകൊണ്ട് വഴിതെറ്റി നടക്കുന്ന ആളുകളെ, അകന്ന് ജീവിക്കുന്നവരെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത് എന്ന് പാപ്പ നമ്മോട് പറയുകയാണ്. എവിടെയൊക്കെ നടക്കുന്നുണ്ട് എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ ഇത് നമുക്ക് ഇടയാകണം. സ്നേഹത്തിലേക്കും ജീവിത ശുശ്രൂഷയിലേക്കും ജീവൻ്റെ ശുശ്രൂഷയിലേക്കുമുള്ള വിളിയുടെ സൗന്ദര്യവും വർണ്ണപ്പകിട്ടും മനസ്സിലാക്കുവാൻ അവരെ സഹായിക്കുന്നതിന് നമുക്ക് കഴിയണം. വിവാഹമെന്ന് പറയുന്നത് രണ്ട് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള വിളിയാണ്, സ്നേഹത്തിലേക്കുള്ള വിളിയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ജീവന് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ അതിൻ്റെ ആ സൗന്ദര്യം, അതിൻ്റെ നന്മ, അതിൻ്റെ വർണ്ണപ്പകിട്ട് മനസ്സിലാക്കുവാൻ അവരെ സഹായിക്കുക എന്നതാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ, അതിലേക്ക് മുന്നോട്ട് വരുന്നവരുടെ വലിയ പരിശ്രമം ഉണ്ടാകേണ്ട രംഗം എന്ന് പറയുകയാണ്. അവരെ ആവശ്യമാണ്. ഇത് വിവാഹിതരായ ദമ്പതികൾക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ്. അങ്ങനെ വിളിക്കപ്പെടുന്ന ആളുകൾ, ഇങ്ങനെ വിവാഹിതരായ ഈ ആളുകളെ എല്ലാം നേർവഴിക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വഴിതെറ്റിപ്പോയതിനെ നേരെയാക്കാൻ പരിശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ ഒരു സമ്മാനമാണ് എന്ന് പറയുകയാണ്. ഇത് പറഞ്ഞത് സത്യത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. 1981 അദ്ദേഹം എഴുതിയ, കുടുംബത്തെപ്പറ്റി എഴുതിയ കുടുംബം ഒരു കൂട്ടായ്മ എന്ന ആ അപ്പസ്തോലിക ലേഖനത്തിൻ്റെ 1-ാം നമ്പരിൽ തന്നെ പരിശുദ്ധ പിതാവ് ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനേകം മാതാപിതാക്കന്മാർ മക്കളെ വിശ്വാസത്തിൽ വളർത്തുന്നതിന് കുട്ടികൾക്ക് ഈശോയെ കണ്ടുമുട്ടുവാൻ തക്ക സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അവരെ പിന്തുണയ്ക്കാൻ കഴിയുന്ന സമൂഹങ്ങളുടെ ആവശ്യം അനുഭവിക്കുന്നുണ്ട്. അതാണ് മറ്റൊരാശയം. ഈശോയെ കണ്ടുമുട്ടാൻ കുഞ്ഞുങ്ങളെ സഹായിക്കേണ്ടവരാണ് മാതാപിതാക്കന്മാർ. പക്ഷേ അവർക്ക്, ഈ മാതാപിതാക്കന്മാർക്ക് പിന്തുണ ലഭിക്കണം, സഹായം ലഭിക്കണം. അവരെ ഇതിന് പ്രാപ്തരാക്കാൻ ആ ചുമതലയും ഉള്ളത് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഫാമിലി അപ്പോസ്റ്റലേറ്റ് പ്രവർത്തകരാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ അതാണ് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നത്. ആത്യന്തികമായി ദൈവത്തിൽ അതിൻ്റെ ഉറവിടം കണ്ടെത്തുന്ന സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുള്ള ഇടങ്ങൾ നമുക്ക് ഉണ്ടാകണം. അതാണ് ആത്യന്തികമായിട്ടുള്ളത്. ദൈവത്തിൽ അതിൻ്റെ ഉറവിടം കണ്ടെത്തുന്ന ഈ ആളുകളെല്ലാം ഉറവിടം കണ്ടെത്തേണ്ടത് ദൈവമാണ്. ദൈവം സ്നേഹമാണ്, ദൈവം ജീവനാണ്. ആ ദൈവത്തിൽ ഉറവിടം കണ്ടെത്തി
സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുള്ള ഇടങ്ങളുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളെല്ലാം അങ്ങനെ രൂപാന്തരപ്പെടണം. അതാണ് മാർപ്പാപ്പയുടെ ദർശനം. ദൈവസ്നേഹത്തോടുള്ള ഒരു പ്രത്യുത്തരമാണ് ഒന്നാമതായി വിശ്വാസം. മാർപ്പാപ്പ പറയുകയാണ്, ദൈവസ്നേഹം, നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തോടുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം. ഇവിടെയും വിശുദ്ധ അഗസ്റ്റിനെ മാർപ്പാപ്പ ഉദ്ധരിക്കുന്നുണ്ട്. ക്രൈസ്തവർ എന്ന നിലയിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണ്? അവൻ്റെ വ്യക്തി സ്വരൂപത്തിൻ്റെ വരദാനത്തിലല്ല, പ്രത്യുത അവൻ്റെ മാതൃകയിലാണ് ക്രിസ്തുവിൻ്റെ കൃപ അടങ്ങിയിട്ടുള്ളത് എന്ന് അവകാശപ്പെടുന്നതാണ്. ക്രൈസ്തവർ എന്ന നിലയിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റെന്താണ്? അവൻ്റെ വ്യക്തി സ്വരൂപത്തിൻ്റെ വരദാനത്തിലല്ല, പ്രത്യുത അവൻ്റെ മാതൃകയിലാണ് ക്രിസ്തുവിൻ്റെ കൃപ അടങ്ങിയിട്ടുള്ളത് എന്ന് അവകാശപ്പെടുന്നതിലാണ്. സത്യത്തിൽ അവൻ്റെ വ്യക്തിദാനത്തിൻ്റെ സ്വരൂപത്തിൻ്റെ വരദാനത്തിലാണ് അത് അടങ്ങിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എത്രയോ തവണയാണ് നാം അടുത്ത കാലത്ത് തന്നെ അത് വിസ്മരിച്ചിട്ടുള്ളത്, ഇന്നും വിസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. പാലിക്കപ്പെടേണ്ട ഒരുപറ്റം നിയമങ്ങൾ മാത്രമായി ക്രൈസ്തവ ജീവിതത്തെ അവതരിപ്പിച്ചിട്ടുള്ളതും ഒത്തിരി നിയമങ്ങളാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ദൈവം തന്നെ നമുക്ക് നൽകിയിട്ടുള്ള ഈശോയുമായുള്ള കണ്ടുമുട്ടലിലൂടെയുള്ള അതിശയകരമായ അനുഭവത്തിന് പകരമായി ധാർമ്മികവും ഭാരം നിറഞ്ഞതും ഒട്ടും ആകർഷകമല്ലാത്തതും മൂർത്തമായ അനുദിന ജീവിതത്തിൽ ജീവിക്കുവാൻ അസാധ്യമായതുമായ ഒരു മതത്തെയാണ് നമ്മൾ ഇന്ന് പ്രതിഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. സത്യത്തിൽ അവിടെ ഈശോയെ കണ്ടുമുട്ടാൻ എല്ലാവർക്കും കഴിയുന്നുണ്ടോ? ഉദാശകളിലൂടെ നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഈശോ, അതിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടോ? ഒത്തിരി നിയമങ്ങൾ, ധാർമ്മികത, അതാണ് ഊന്നൽ കൊടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് മാർപ്പാപ്പ ഇവിടെ പറയുന്നത്. വരേണ്ടത് കൃപയാണ്, വരദാനമാണ്. ഈശോയെ സമീപിച്ച് അവിടുന്ന് ജീവിക്കാൻ കഴിയുകയാണ്. അപ്പം വീണ്ടും മാർപ്പാപ്പ പറയാണ്, ഈ സാഹചര്യത്തിൽ കടലിലേക്ക് ആദ്യം വലയെറിയുകയും കുടുംബങ്ങളെ വലയിറക്കി പിടിക്കുന്നവരാകുകയും ചെയ്യേണ്ടത് ക്രിസ്തുവിൻ്റെ അജഗണത്തിൻ്റെ ഇടയന്മാർ എന്ന നിലയിലും അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾ എന്ന നിലയിലും മെത്രാന്മാരുടെ ഉത്തരവാദിത്തമാണ്. ആരും സഹായിക്കാനില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങളെ അവരുടെ ദൗത്യം നിർവഹിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് നയിക്കേണ്ടത് മെത്രാന്മാരാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുകയാണ്. എന്നാൽ ഉടനെ പറയുകയാണ്, ഈ ദൗത്യത്തിൽ പങ്കെടുക്കുവാൻ അൽമായരും വിളിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം അച്ഛനും മെത്രാനും ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പോരാ, അൽമായർ വരണം. അഭിഷക്തരായ ശുശ്രൂഷകരോടൊപ്പം, വൈദികരോടും മെത്രാനോടൊപ്പം ദമ്പതികൾ, യുവജനങ്ങൾ, കുട്ടികൾ, എല്ലാ പ്രായത്തിലും സാഹചര്യങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ എന്നിവരെ വലവീശി പിടിക്കുന്നവരാകാൻ അൽമായരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പ്രധാനം. അൽമായരാണ് കൂടുതൽ ഈ കുടുംബത്തിൻ്റെ അപ്പോസ്റ്റലേറ്റ് നടത്താൻ പറ്റുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അങ്ങനെ ഏവർക്കും ഏകരക്ഷകനെ കണ്ടുമുട്ടാൻ കഴിയണം. പ്രധാനം യേശുവിനെ കണ്ടുമുട്ടുകയാണ്, ഈശോയെ കണ്ടുമുട്ടുകയാണ്. ജ്ഞാനസ്നാനത്തിലൂടെ നാം ഓരോരുത്തരും നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് പുരോഹിതരും രാജാവും പ്രവാചകന്മാരും ആക്കപ്പെട്ടു എന്ന് നമ്മൾ ഓർക്കണം. അതാണ് വലിയ പ്രഖ്യാപനം. 1 പത്രോസ് 2:4 പത്രോസ്ലീഗ പറയുന്ന ഒരു വചനമാണത്, നമ്മൾ ഓർക്കേണ്ടതാണ്. മാത്രമല്ല, സാഹോദര്യത്തിൻ്റെ ഐക്യത്തിൽ ദൈവത്തിൻ്റെ ഭവനം പണിയുന്നതിനുള്ള സജീവ ശിലയുമായി രൂപപ്പെട്ടു. നമ്മൾ ആ മാമോദീസായിലൂടെ സഭയുടെ സൗധം പടുത്തുയർത്തുന്നതിലേക്കും നമ്മൾ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ സജീവ ശിലയായി നമ്മൾ രൂപാന്തരപ്പെട്ടിരിക്കുന്ന അൽമായർ. അപ്പം അഭിഷിക്തരും അൽമായരും ഒന്നു ചേർന്ന് കുടുംബം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാകണം, അഭിമുഖീകരിക്കാൻ പ്രാപ്തരാകണം എന്നാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ നാനാത്വത്തിൻ്റെ സഹവാസത്തിലാണ് പൂർത്തീകരിക്കപ്പെടേണ്ടത്. ഇത് ലയോ 14 മാർപ്പാപ്പയുടെ 2025 മെയ് 18 നടത്തിയ ഒരു പ്രസംഗത്തിലെ ആശയമാണ്. അപ്പം നമ്മുടെ പക്കലേക്ക് വരാത്ത കുടുംബങ്ങളെ തേടി കണ്ടെത്തുന്നതിനും അവരോടൊപ്പം നടക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നതിനും
നാം സഭയോടൊപ്പം നടക്കുകയും സഭയുടെ മുഴുവൻ പ്രവൃത്തികളിലും പങ്കുചേരുകയും വേണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അപ്പം സജീവമായ ഒരു സഭാ ശരീരം കെട്ടിപ്പടുക്കാനും സഭയുടെ ജീവനിൽ പങ്കുചേരാനും പ്രവർത്തനങ്ങളിൽ പങ്കുപറ്റാനുമൊക്കെ നമ്മുടെ ആളുകളെ അകന്നു നിൽക്കുന്നവരെ കൂട്ടിച്ചേർക്കേണ്ട ഉത്തരവാദിത്തമാണ് മാർപ്പാപ്പ എല്ലാവരെയും ഭരമേൽപ്പിക്കുന്നത്. നമുക്കത് പ്രത്യേകം ഓർക്കാം. അത് നമ്മുടെ ദൗത്യമാണ്. എങ്ങനെ ഓരോ രൂപതയിലും ഓരോ ഇടവകയിലും അത് ഭംഗിയായി നടത്തും, അതിന് പറ്റുന്ന എങ്ങനെ ഒരു ടീമിനെ രൂപീകരിക്കാൻ സാധിക്കും, പ്രാപ്തരാക്കാൻ സാധിക്കും എന്നീ കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു സന്ദേശവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഹൃദയംഗമമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾ രക്ഷിക്കപ്പെടാൻ നമ്മൾ ഉത്സുകരായിരിക്കണം.